ലോർഡ്സ് ക്രിക്കറ്റ് ടെസ്റ്റ് ആവേശകരമായ അന്ത്യത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്. നാലാം ദിനം കളി അവസാനിക്കുമ്പോൾ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യമായി 193 റൺസ് പിന്തുടർന്ന ടീം ഇന്ത്യ 4 വിക്കറ്റ് നഷ്ടത്തിൽ 58 റൺസാണ് നിലവിലെടുത്തിട്ടുള്ളത്. ഒരു ദിനം കൂടി അവശേഷിക്കുമ്പോൾ ഇന്ത്യക്ക് ജയിക്കുവാനായി 135 റൺസ് വേണ്ടപ്പോൾ ഇംഗ്ലണ്ടിന്റെ വിജയലക്ഷ്യം 6 വിക്കറ്റുകൾ കൂടിയാണ്. മത്സരത്തിന് പുറമെ ഗ്രൗണ്ടിൽ നടക്കുന്ന വാഗ്വാദങ്ങളും തീർച്ചയായിട്ടും ഈ മത്സരത്തിന്റെ ആവേശം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഇന്നലെ മത്സരത്തിനിടെ നടന്ന ചില സംഭവങ്ങൾ ഉൾപ്പെടെയാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഏറ്റവും പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. 33 റൺസുമായി ഓപ്പണർ KL രാഹുലാണ് നിലവിൽ ക്രീസിലുള്ളത്. രണ്ടാം ഓവറിൽ ജയ്സ്വാൾ പുറത്തായതിനു ശേഷം പിന്നാലെ KL രാഹുലും കരുൺ നായരും ചേർന്ന് ഇന്ത്യക്ക് പ്രതീക്ഷ നൽകിയെങ്കിലും കരുണിനെ വിക്കറ്റിന് മുന്നിൽ കുടുക്കിയ കാഴ്സാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് തകർച്ചയ്ക്ക് തുടക്കമിട്ടത്. കരുൺ നായർ പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലാകട്ടെ പരമ്പരയിൽ ഇതുവരെ പുറത്തെടുത്ത പ്രകടനത്തിന്റെ അടുത്തൊന്നും എത്താൻ പോലും ആയില്ല. കാഴ്സിന്റെ സ്വിംഗിന് മുന്നിൽ തുടക്കം മുതൽ പതിരെ ഗില്ലിനെ ഒരു തവണ കാഴ്സ് വിക്കറ്റിന് മുന്നിൽ കുടുക്കിയെങ്കിലും റിവ്യൂവിൽ ഗില്ല് രക്ഷപ്പെട്ടിരുന്നു. എന്നാൽ പിന്നാലെ കാഴ്സ് തന്നെയാണ് ഗില്ലിന്റെ വിക്കറ്റ് എടുത്തത്. ഇത്തവണയും ഗിൽ റിവ്യൂ എടുത്തെങ്കിലും അമ്പയറുടെ തീരുമാനം ശരിവശത്തോടുകൂടി ഗിൽ പുറത്തേക്ക് പോവുകയായിരുന്നു. ഇതിനിടെ കരുൺ നായർ പുറത്തായതിന് പിന്നാലെ ക്രീസിലെത്തിയ ഗില്ലിനെ ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സും ബെൻ ഡക്കറ്റും ചേർന്ന് സ്ലെഡ്ജ് ചെയ്യുന്നത് സ്റ്റംപ് പിടിച്ചെടുത്തിരുന്നു. 600 റൺസ് അടിച്ചില്ലേ, ഈ പരമ്പരയിൽ അവന്റെ കളി കഴിഞ്ഞു എന്നായിരുന്നു സ്റ്റോക്സിന്റെ വാക്കുകൾ. ഇത് കേട്ടിട്ട് ഇവന് 600 റൺസൊക്കെ മതി എന്നായിരുന്നു ഡക്കറ്റിന്റെ പരിഹാസം. തൊട്ടു പിന്നാലെ തന്നെ 9 പന്ത് മാത്രം നേരിട്ട് ഒരു ബൗണ്ടറി അടക്കം 6 റൺസ് മാത്രമെടുത്ത് ഗിൽ പുറത്താവുകയും ചെയ്തിരുന്നു. ലോവർ ഓർഡറിൽ നിന്നും ആകാശ് ദീപിനെയാണ് ശേഷം ടീം ഇന്ത്യ പരിഗണിച്ചത്. എന്നാൽ സ്റ്റോക്സിന്റെ പന്തിൽ ക്ലീൻ ബൗൾഡായ ആകാശ് ദീപ് മടങ്ങിയപ്പോൾ 58-4 എന്ന നിലയിൽ ടീം ഇന്ത്യയുടെ ടോപ്പ് ഓർഡർ തകർന്നടിഞ്ഞിരിക്കുക തന്നെയാണ്. ജയിക്കാവുന്ന വിജയലക്ഷ്യമാണ് നിലവിൽ കയ്യിലുള്ളത് എങ്കിലും ഏറ്റവും മികച്ച പ്രകടനത്തോടു കൂടി തന്നെ ഇംഗ്ലണ്ട് ശക്തമായ തിരിച്ചുവരവിനുള്ള ഒരുക്കത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് 5-ാം ദിനത്തിന്റെ ആദ്യ സെഷൻ തന്നെ ഏറ്റവും ആവേശകരമായ മത്സരം തന്നെ കാണാനായി സാധിക്കും. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.